എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വാർത്തയുണ്ട്, വേറൊന്നുമല്ല. നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധി ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അവരുടെ ചാനലിന് രേണു സുധി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചാനലിലൂടെ പറയുന്നുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് 150ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് അവർക്കൊരു വരുമാന മാർഗമാവട്ടെ. അതുമാത്രമല്ല, അവരെത്രയും പെട്ടെന്ന് സിൽവർ ബട്ടനൊക്കെ സ്വന്തമാക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം ആരോരുമില്ലാത്തവർക്ക് അവരവർ തന്നെ കണ്ടെത്തിയാലല്ലേ പറ്റൂ. അപ്പോൾ അവർ തന്നെ ചെയ്യുന്ന റീൽസുകളും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരെ ചൂഷണം ചെയ്തുണ്ടാക്കുന്നത് അവർക്ക് തന്നെ കിട്ടുമല്ലോ. ചൂഷണം ചെയ്യുന്നവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടിക്കോളും. അത് വേറൊരു സത്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനിതൊന്നും അല്ല കേട്ടോ പറയാനായിട്ട് വന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് വെക്കുന്നില്ല. വെറുതെ കിടന്ന് വീഡിയോ വെക്കുന്നതിനാണ്. എല്ലാവരും വീഡിയോ എടുത്തിട്ടിട്ട് ഓരോരുത്തരും കണ്ടത് തന്നെയാണ് വീണ്ടും ഞാനും അതെടുത്തിട്ട് ഈ സൈഡിൽ എടുത്തിട്ട് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കാണിക്കുന്നില്ല, പറയാം. അതായത് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് അവർ പറയാനിരിക്കുമ്പോൾ ഫസ്റ്റ് അവരൊരു സോങ് പാടുന്നുണ്ട്, ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് പാടുമ്പോഴത്തേക്ക് കാണാനഴകുള്ള മാണിക്കുയിലേ കാടാറുമാസം കഴിഞ്ഞില്ലേ, ഇതുപോലെ ഒരു പാട്ടും പാടിക്കൊണ്ടാണ് അവർ കാര്യം പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടിയുണ്ട് അടുത്ത്. അപ്പോൾ അവർ ഈ പാട്ടൊക്കെ പാടിയതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നതിന് തൊട്ട് ചേർന്നിരുന്നാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്തിന് ഇത് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയ്ക്കരികിൽ ഇരുന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നു, സുധിച്ചേട്ടന് കൊടുത്ത എല്ലാ സപ്പോർട്ടുകളും എനിക്കുണ്ടാവണം എന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്കുണ്ടാവുമെന്നറിയാം. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ജീവിതത്തിലൊരു മാർഗവും ആവും. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു വരുമാന മാർഗ്ഗമാണ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർത്തമാനങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് സുധിച്ചേട്ടനോടുള്ള സ്നേഹം എന്നോടുണ്ടാവണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരതിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനത് വ്യക്തമായിട്ട് നിങ്ങളെ അത് ഫോണിൽ കേൾപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായേനെ. ടൈം അധികമായി, ഇപ്പം തന്നെ ഏതാണ്ട് 12 മണി കഴിഞ്ഞു, ഉറക്കം വരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ശരിയാണ്, ഞാൻ കേട്ട ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ പുള്ളിക്കാരത്തിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം, 100%. അപ്പോൾ തന്നെ ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മളെക്കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവരെ ഏത് നേരവും കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്കും ചെയ്തു. അപ്പോൾ എന്നാലും എനിക്ക് പറയേണ്ട ഒരു കാര്യം, പക്ഷേ ഞാൻ കമൻറ്റൊന്നും ഇടാൻ പോയില്ല. അപ്പോൾ എനിക്ക് എന്നാലും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അവർ സുധീര ഫോട്ടോയുടെ മുന്നിൽ, മാലയിട്ട ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്നിട്ട് സുധിച്ചേട്ടന് ഞാനും ഒത്തിരുന്ന സമയത്ത് പാടുന്ന പാട്ട്, അദ്ദേഹം ഞാൻ എന്നും മുഖം കിറിയിച്ചിരിക്കുമ്പോൾ ഉടനെ പറയുന്ന പാട്ട്, പിണങ്ങിയിരിക്കുമ്പോൾ ഉടനെ പിണക്കം മാറ്റാൻ പാടുന്ന പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. ആ പാട്ട് പാടുന്നുണ്ട്, സുധിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് രേണു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ ശരി കൊല്ലം സുധിയുടെ ഭാര്യ തന്നെയാണ്, ഒക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്തും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ മറ്റുള്ളവരോട് ചോദിക്കേണ്ട എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിക്കുക. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ റീൽസുകളായാലും നിങ്ങളുടെ ഡ്രസ്സുകളാണെങ്കിലും ഇഷ്ടമല്ലാതെ ആരെങ്കിലും അമ്മച്ചിമാർ പ്രത്യേകിച്ചും കമൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലേ മോളെ നീ ഒരു വേഷത്തിൽ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന സമയത്ത് നിങ്ങളെ തെറിവിളിക്കുകയും ബോഡി ഷേമിങ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നത്, കൊല്ലം സുധി, എൻ്റെ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് ഇവർക്കാർക്കും ഒരു സ്നേഹവും ഇല്ലായിരുന്നു. ആ സമയത്തൊന്നും ഇവരെ ആരും ഈ വഴി കണ്ടിട്ടില്ലായിരുന്നു. മരിച്ചു പോയപ്പോഴുണ്ടല്ലോ വഴിഞ്ഞൊഴുകുകയല്ലേ. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ എത്ര വീഡിയോയിൽ പറയുന്നത് കേട്ടതാണ്. ഇതേ ആക്ഷനാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. വഴിഞ്ഞൊഴുകുകയല്ലേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എത്ര വീഡിയോയിൽ പറഞ്ഞു. സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത സ്നേഹമാണ് ഇപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചു പോയപ്പം എന്നും പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ എന്തുമാത്രം ആക്ഷേപിച്ചിട്ടുണ്ട് ജനങ്ങളെ. എന്നിട്ട് ഇന്ന് നിങ്ങൾ പറയുന്നു സുധിച്ചേട്ടനെ ഓർത്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ
നിങ്ങൾ ജനങ്ങളെ അത്രയേറെ ഇടിച്ച് താഴ്ത്തി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. എന്നിട്ട് അന്ന് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ വഴിഞ്ഞൊഴിവാത്ത സ്നേഹം ഇപ്പോൾ ഉണ്ടാവോ രേണു? രേണു തന്നെയല്ലേ പറഞ്ഞത്, സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത സ്നേഹമാണ് ഇപ്പോൾ ആളുകൾക്ക് അങ്ങ് വഴിഞ്ഞൊഴിവാണ്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അത് എന്നെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് രേണു പറഞ്ഞു. രേണുവിന് ആളുകൾ ബോഡി ഷേമിങ് ചെയ്യുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതില്ലെന്നല്ല പറയുന്നത്. പക്ഷേ അതല്ലാതെ രേണുവിനെ സ്നേഹിച്ച് രേണുവിൻ്റെ നന്മയെ കരുതി ജീവിച്ച ഒരുപാട് ആളുകളുണ്ട് രേണുവിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അത്തരക്കാരെ കൂടിയാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് അങ്ങ് വഴിഞ്ഞൊഴിവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് രേണുവിന് മറ്റുള്ളവരോട് സുധിയുടെ പേരും പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാൻ നാണാവുന്നില്ലേ രേണു? ഞാൻ പറയും, എന്നെ കാണുന്നവർ കണ്ടാൽ മതി, എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് കൊണ്ടുവരുന്ന തെറി വിളിക്കാനായിട്ട് വരുന്ന ആളുകളുടെ അടുത്തൊന്നും എനിക്ക് ഒന്നും പറയാനില്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളൊക്കെ അന്ധങ്ങളാണ്. നിങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പോലും ചിന്തിക്കാതെയാണ് നിങ്ങൾ കമൻ്റ് ഇടുന്നത്. ചിലപ്പോൾ മിക്കവാറും തമ്പനയിൽ മാത്രം കണ്ടിട്ടായിരിക്കും വന്ന് കമൻ്റ് ഇടുന്നത്. അങ്ങനെയായിരിക്കും അധികം ആളുകളും കമൻ്റ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊന്നും ഒന്നും പറയാനില്ല. നിങ്ങളിടുന്ന കമൻറ്റ് തെറിയായാലും അല്ലാത്തതാണെങ്കിലും അത് നമ്മൾക്ക് വീണ്ടും വീണ്ടും ചാനൽ മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം തന്നെയാണ്. കാരണം വരുന്ന കമൻറ്റ് ബാഡാണോ നല്ലതാണോ എന്നൊന്നും യൂട്യൂബ് നോക്കില്ല. യൂട്യൂബ് നോക്കുമ്പോൾ കമൻറ്റ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വീഡിയോയെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റൊന്നും എനിക്ക് പ്രശ്നമില്ല. പിന്നെ എന്നെ തെറി വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാത്തത് എനിക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുന്നതിനപ്പുറമാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പുച്ഛം തോന്നി. കാരണം വേറൊന്നും ഉണ്ടല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സുധിച്ചേട്ടൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ വഴിഞ്ഞൊഴുകുന്നില്ല എന്ന് പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ അടുത്ത് സപ്പോർട്ട് ചോദിച്ചത്? പ്രത്യേകിച്ച് സപ്പോർട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചോദിക്കും, അതൊക്കെ വാസ്തവമാണ്. പക്ഷേ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ അങ്ങ് വഴിഞ്ഞൊഴുകുകയല്ലേ. ഇത് വേറൊന്നിനുമല്ല, എന്നെ തെറി വിളിക്കാനെന്ന് പറഞ്ഞവർക്ക് പെട്ടെന്ന് അങ്ങ് സുധിച്ചേട്ടനോട് സ്നേഹം മൂത്തോ, അത് തന്നോട് സ്നേഹം മൂത്തോ? അപ്പോൾ അങ്ങനെ താൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ വിമർശിക്കുന്നവരുടെ ഇടയിലും അതിൻ്റെ 10 ഇരട്ടി നിന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നീ ചോദിക്കാതെ തന്നെ ആളുകൾ നിനക്ക് ഈ പറയുന്നവർക്ക് സബ്ബൊക്കെ ചെയ്തു തരും, ഓക്കെയാണ്. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ നിൻ്റെ ഓരോ വീഡിയോകളും കുത്തിയിരുന്ന് കണ്ടോളും. അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടം പോലെ വ്യൂസ് പറയുന്നതിനമച്ച് ഒരാഴ്ചയൊന്നും പോവില്ല. അതിനപ്പുറം വെച്ച് നിൻ്റെ ചാനൽ മോണിറ്ററേഷൻ ചെയ്യാനായിട്ട് രേണുവിന് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ചാനലിൽ 150-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇന്ന് തന്നെയായി. അതിൽ 151-ാമത്തെ ആളുണ്ടെങ്കിൽ അത് ഞാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇത് ഞാൻ വീഡിയോ ക്ലിപ്പൊന്നും കാണിക്കാഞ്ഞതും അതുകൊണ്ടാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് പിന്നെ വീഡിയോ ക്ലിപ്പ് രേണു സംസാരിക്കുന്നതൊന്നും കേൾപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അത്രയും സമയം കൂടി വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി ആർക്കെങ്കിലും ആ വീഡിയോ ക്ലിപ്പ് കാണണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനിതെടുത്തിട്ട് കാണിച്ചു തരാം, ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. തെറിവിളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിയായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് വേണമെന്ന് ചെയ്യാം. പിന്നെ തെറിയുടെ ആഘാതം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ തെറി രേണുവിനും കൂടി കേൾക്കാൻ പറയുകയാണ് കേട്ടോ. രേണുവിനെ കൂടുതലായിട്ട് ആരെങ്കിലും യൂട്യൂബ് ചാനലിലൂടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിലോ ബോഡി ഷെയ്മിങ് ചെയ്യുകയാണെങ്കിലോ തെറി വിളിക്കുകയാണെങ്കിലോ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചതിന് ശേഷം നിങ്ങളത് കൊണ്ട് കേസ് കൊടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഓക്കെ. അതിലൊന്നും ഒരു തടസ്സവും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് രേണുവിന് അറിയില്ലെങ്കിൽ, രേണു കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ഞാൻ എന്നെ തെറി വിളിക്കുന്ന ആളുകളുടെയൊക്കെ ഞാനെടുത്ത് സ്ക്രീൻഷോട്ട് ശേഖരിച്ച് വെക്കുന്നൊരു വ്യക്തിയാണ് മുന്നോട്ട് പോകാനായിട്ട് തന്നെ. ഞാൻ തെറിവിളി കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാൾക്കത് പിൻവലിക്കാനുള്ള സാഹചര്യമൊന്നും ഞാൻ കൊടുക്കില്ല. ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തെറി വിളിക്കുന്നവർ വരിയായി ഇങ്ങോട്ട് വരിക, മറുപടി തരാൻ പറ്റുന്നതിനെയാണെങ്കിൽ ഞാൻ തരാം, പറ്റാത്തതാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. അതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ബ്ലോക്ക് ചെയ്യൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ അതിർത്തിയിൽ നമ്മുടെ ഇന്ത്യൻ സേന അടിപൊളിയായിട്ട് മുന്നേറുകയാണ്. ആ ഒരു സന്തോഷവും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.